ഒരു കാര്യം മനസ്സിലായേ? മണിക്കൂട്ടനായിട്ട് വൺ വേഴ്സസ് കളിച്ചിട്ട് തോറ്റു കൊടുത്തിട്ട് അവർ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാനാ. മണിക്കൂട്ടനായിട്ട് കളിച്ചിട്ട് തോറ്റിട്ട് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാലേ? മണിക്കൂട്ടനോട് കളിച്ചിട്ട് തോപ്പിച്ചിട്ട് പോസ്റ്റ് ചെയ്യാം. നീ വാ, നമുക്ക് കളിക്കാം, കളിക്കാം. നല്ല മണിക്കൂട്ടാ. റൂമിൻ വെയിറ്റ് M24 റൂം. അവൻ പ്രോയാ, അതാണ് എന്നെ വെല്ലുവിളിച്ചത്. അവൻ വെല്ലുവിളിച്ച് എനിക്ക് ഇഷ്ടമായില്ല. അവനെ പോയിട്ട് പപ്പട ഡിഗ്നോല അടിച്ചു കൊല്ലണം. എവിടെ വാടാ, കാണാനില്ലല്ലോ ഗൈസ്. എൻ്റെ അമ്മേ, ഇത് ക്യാമ്പ് ചെയ്തടിക്ക് കൊള്ളാലൂടെ. നീ എവിടെ പട്ടാശി കൊടുക്കാം. ഓ നോ, ഒരു സ്ഥലത്ത് നിൽക്കും മോനെ. എവിടേക്ക് കറങ്ങി നീ എന്താ പമ്പരോ നിന്ന് കറങ്ങാൻ? പക്ഷേ കിട്ടുന്നില്ല, എയിം കിട്ടുന്നില്ല. ഓ നോ, എനിക്ക് കിട്ടി. അയ്യോ, റീലോഡായി ഗൈസേ. ചത്തു. എൻ്റെ മോനെ 2-0 ലീഡ്. അവന് നന്നായിട്ടുണ്ട്, നാണം കിടുമെന്ന് തോന്നുന്നുണ്ട്. അവൻ വെല്ലുവിളിച്ച പോലെ തന്നെയാവും. അവൻ പറയണത് ഞാനെന്തോ പ്ലാൻ ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യണതെന്നാണ്. അതല്ലാന്ന് അവന് കാണിച്ചു കൊടുക്കണമല്ലോ. അല്ല, അവൻ്റെ തല അളിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇനി അവന് ലീഡ് കൊടുക്കാൻ പാടില്ല. അവൻ ആ 2-0 ലീഡ് മതി. ഇനി അവനൊരു ലീഡില്ല. എവിടെ ലെവൽ 3 വെസ്റ്റ് എടുക്കാം. ദേ നിൽക്കണു അമ്മ. എന്ന് ക്യാമ്പ് ചെയ്ത് നിന്ന് കളിക്കുന്നവൻ. ക്യാമ്പ് ചെയ്യുന്നു എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ക്യാമ്പിങ്. എവിടെ അവൻ? ഇറങ്ങി വാ. കാണാനില്ല, ദേ പോണു. മിസ്സായി പോയി അടി. അവൻ പോയി കണ്ട ഞാൻ അടിച്ച. എൻ്റെ മോനെ 1 HP ആയി ഗൈസ്. ഓ നോ, ലീഡ് കിട്ടി. ഇനി ലീഡ് കിട്ടില്ലട്ടാ, ഇത് ലാസ്റ്റാ. ഇനി അവന് ലീഡ് കിട്ടില്ല. ഇതെൻ്റെ വാക്കാണ് ഗൈസ്. എവിടെ മോനെ നീ? കാണുന്നില്ലല്ലോ. ഓ എൻ്റെ മോനെ, നിന്റെ തല അടിച്ച് പൊളിക്കും മോനെ. അയ്യോ ഡാ എൻ്റെ മോനെ ചാടി അവൻ്റെ തലക്കാരൻ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടത് ഡബിൾ എടുക്കണ്ട, നമുക്ക് M24 ഓൺലി മതി. അമ്മേ 3-3 അവൻ. വീണ്ടും ലീഡായി. ഷിറ്റ്. ഇനി ഞാനൊന്നും പറയുന്നില്ല, ലീഡാവില്ല, ഞാൻ ജയിക്കും എന്തായാലും, അത്രയേ ഉള്ളൂ. അവനെ കളി പഠിച്ചിട്ട് വന്നിട്ട് എന്നെ വെല്ലുവിളിച്ച് വെറുതില്ല. കളി പഠിച്ച് സെറ്റായിട്ട് വന്നത് എന്നെ തോൽപ്പിക്കാൻ. അതുകൊണ്ടാണ് മനഃപൂർവ്വം അവനെ ഈഗോനെ തൊട്ടത്. എവിടെ ക്യാമ്പ് ചെയ്ത് കളിക്കണ മോനെ നീ? എന്ത് ക്യാമ്പ് ചെയ്തിട്ട് കാര്യമില്ല. കളി സെറ്റായിട്ട് അതുകൊണ്ടാണ് വെല്ലുവിളിച്ചത്. അപ്പം ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുമല്ലോ. പക്ഷെ ജയിക്കില്ല അവൻ, ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചെക്കനെ കാണാമല്ലോ. ദേ എൻ്റെ മോനെ അപാര ക്യാമ്പർ. എന്താ കാര്യം? 1 HP ആക്കിയിട്ട് ഞാൻ അടിച്ച് പൊളിച്ചില്ലേ. ക്യാമ്പ് ചെയ്തിരിക്കണോ? അതിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുവൻ. 5-4. വെസ്റ്റ് വേണോ? വെസ്റ്റ് എടുക്കാം. ഡാമേജ് നോക്കിയേ. ദേ നിൽക്കണു. കിട്ടിയില്ല. അശ്ശേ, കിട്ടി. അയ്യേ, ഇപ്പം എനിക്ക് കിട്ടിയനെ. എൻ്റെ മോനെ 6-4 ആയിട്ടാ ഗൈസേ. അവനിപ്പോൾ ഇത്തിരി പാഠം പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലായി കാണും. കാണാൻ ദേ നിൽക്കണു. അവനിട്ടൊരെണ്ണം കൂടി കൊടുക്കണം. കിട്ടുന്നില്ല അവനെ കിട്ടുന്നില്ല. അയ്യോ, എന്താ ചാവാത്തേ? എടാ അവൻ 1 HP ആക്കുന്നു. എടാ ഞാൻ എന്തോരം അടി അടിക്കുന്നത്? 2 അടി മരയ്ക്ക് കൊള്ളുന്നവന്. എന്താ ചെയ്യാ, കളിയൊക്കെ പോയി തോന്നുന്നുണ്ട്. പണ്ടത്തൊരു അതിനെ പറയാം, ഒരു സാധനം ഇല്ല. എൻ്റെ അമ്മേ, തലയുടെ മുകളിൽ കൂടെ ചാടുന്നവൻ. എന്താ കാര്യം? ലെജൻഡറി ആയിട്ട് ഗൈസേ 3-3 ആയിരുന്നു, ഇപ്പോൾ 5-4 ആയി. 5-4 അല്ല 8-4 ആയി. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം, നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ? വേണ്ട, പാട്ട് പാടി അവനെ ഉറക്കും. എൻ്റെ മോനെ അത് സൂപ്പറായില്ലേ സാധനം?
സംഭവം എന്ന് വെച്ചാൽ അവരൊക്കെ അടി വന്നാൽ തിരിഞ്ഞു ഓടും, ഞാൻ ഓടില്ല, ഞാൻ ചത്താലും ആ ഫ്രണ്ടിലേക്ക് തന്നെ പോവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 9-4 ലീഡായത്. എവിടെ അവൻ കണ്ട, നിങ്ങൾ കണ്ട, ഞാൻ ക്യാമ്പ് ചെയ്യണ കണ്ട, ഞാൻ ദേ ഇരിക്കണു ക്യാമ്പിങ്ങിൻ്റെ കേസ് പറഞ്ഞോളൂ. അപ്പം എവിടെയാ ആശാൻ? ആ എൻ്റെ മോനെ ആ സീൻ സാധനമില്ല, എനിക്കിഷ്ടമായി കാണാം. അയ്യോ 10-4. എത്ര കളി അവസാനിക്കുമ്പോൾ എത്ര കില്ല് കിട്ടും എനിക്ക് ഗസ്? 5 മിനിറ്റ് കൂടി ഉണ്ട്, നോക്കാം. ഓ മോനെ സീനിക്കാണ്. എല്ലാം അവൻ്റെ ഹെഡിക്കാണ് കൊടുക്കണം, പട്ടാസ ഹെഡ് ഷോട്ടുകളാണ്. കാണുന്നില്ല ദൈവൻ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് അടിക്കുമ്പോൾ എന്നെ അവിടെ നിന്നിട്ട് ലോങ്ങിന് കിട്ടണത്, ഇപ്പം അടിക്കുമ്പോൾ കൊള്ളണമെന്നില്ല. കണ്ട എനിക്ക് നല്ല അടികളുണ്ട്. അയ്യോ ലീഡായിരുന്നു 6 സംതിങ്. ആ കണ്ടിന്യൂറ്റി പോയി. കുഴപ്പമില്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ. 11-5. എനിക്കൊരു മിനിമം ഒരു 20 കില്ലിൻ്റെ മേലെ കിട്ടണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം, അങ്ങനെ തന്നെ അനുമാനിക്കാം. എവിടെ മോനെ നീ? എവിടെയാ? ക്യാമ്പിംഗ് ആണോ? ചെപ്പനെ കാണാനില്ല. എവിടെ? കിട്ടിയില്ല. കിട്ടും. എൻ്റെ മോനെ, അത് നല്ല ഷോട്ടായിരുന്നു. അത് ക്യാമ്പിങ് അല്ല, ഞാൻ അവൻ എന്നെ കണ്ടു. അത് നല്ല അടിയായിരുന്നു. എനിക്ക് ആ അടി മാത്രമേ ഇഷ്ടമായുള്ളൂ. അടി കൊള്ളാം, നമ്മൾ സമ്മതിച്ച് കൊടുക്കണം. അക്സെപ്റ്റ് ദ ഫെയിലിയേഴ്സ്, അതൊക്കെ അത്രയേ ഉള്ളൂ. 11-6, ഓൺലി 3 മിനിറ്റ്സ്. 20 കില്ലാണ് എൻ്റെ ലക്ഷ്യം, മിനിമട്ടാ. 3 മിനിറ്റിൽ 9 അടിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ അവനെ കാണുന്നില്ല, അവൻ ഏത് കണ്ടത്തിൽ പോയി വിളിച്ചിരിക്കുക? ദേ അവിടെ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ അടിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടണത് ഇപ്പോൾ ഒരു സുഖമില്ല. അല്ല ഇതിപ്പോൾ കുറച്ച് ഷോർട്ടാണ്, എത്രയല്ല, കുറച്ചും കൂടെ ലോങ്ങിൽ നിന്ന് അടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഹെഡ് കിട്ടണ ആ ഒരു ഫ്ലോ വരുന്നില്ല ഇപ്പോൾ. 12-6. 3 മിനിറ്റ് ഉള്ളൂ. ഈ അവൻ എവിടെ കൂടിയൊക്കെ പോണതിനുള്ളിലുണ്ട് നീ. അവനപ്പോൾ ഏതിൽ പുറത്ത് പോയി ഞാൻ കണ്ടില്ലല്ലോ. സാംജോയെ മോനെ, അവൻ്റെ പൊന്നെ ബാക്കിൽ നിന്ന് അടിയാ കണ്ട. ഞാൻ തിരിച്ചു പോവില്ല, അടി കിട്ടിയാലും ചത്താലും വിഷയമുള്ള കേസല്ല. ചിലവരിങ്ങനെ അടി കിട്ടി അപ്പം എന്നെ ഓടും ബാക്കിക്ക്, ഞാൻ ഫ്രണ്ടിൽ പോകുള്ളൂ. ചത്താലും ഇപ്പോൾ എന്താ പ്രശ്നം? ചത്താ വീണ്ടും വന്ന് കളിക്കാം, അത്രേ ഉള്ളൂ. 12-7 എൻ്റെ മോനെ. കില്ലാടി സാരം. 13-7. 2 മിനിറ്റ് ഉള്ളു, 2.5 മിനിറ്റ് കൊണ്ട് 7 കില്ല് അടിക്കണം, ഏതാണ് ലക്ഷ്യം. 2.5 മിനിറ്റിൽ 7 കില്ല്. അത് കൊള്ളായിരുന്നു, കൊള്ളാം. ഇനി 6 കില്ല്. 2.5 മിനിറ്റ്, 2 മിനിറ്റും 6 കില്ലും, 2.14 സെക്കൻഡോ സംതിങ്. അയ്യോ 1 HP. എൻ്റെ പോലെ സീന്. 5 കില്ല് കേട്ടോ ഗൈസ്, 2 മിനിറ്റിൽ 5 കില്ല്. 5 കില്ല് 2 മിനിറ്റ്. ലെറ്റ്സ് ട്രൈ വാട്ട് വിൽ ഹാപ്പൻസ്. അത് നല്ല അടിയാണ്, സ്കില്ലടി സാധനം. ഇങ്ങനെയൊക്കെ അടിക്കണം, ഫേസ് ടു ഫേസ് അടിക്കണം, അല്ലാണ്ട് ക്യാമ്പ് ചെയ്ത് അടിക്കുക. ഇത് നല്ല അടിയാണ്, ഫേസ് ടു ഫേസ്. എവിടെ എൻ്റെ മോനെ. ലാസ്റ്റ് 2 അടി കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ട്. ഇതിപ്പോൾ അവന് ലീഡായില്ലോ, എനിക്ക് കില്ലില്ലല്ലോ 2-3 കില്ലായിട്ട്. അവൻ അടുപ്പിച്ച് 4ാമത്തെ കില്ലാന്ന് തോന്നുന്നുണ്ട്. തേങ്ങ, എൻ്റെ കില്ലി പോയി, എൻ്റെ അഹങ്കാരം കൂട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ശരിയാവില്ല. 1 മിനിറ്റും 5 കില്ലും നടക്കുമോ ഗായ്സേ? നീ എവിടെ നിന്നാ എൻ്റെ സ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങി വരണേ? കാരണം ഇങ്ങനെ ഒരു ലീഡ് കിട്ടിയാൽ മതി, പിന്നെ ആ ഫ്ലോയിൽ പൊക്കോളും. നീ 4 കില്ല് കേട്ടോ. എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് 5 സെക്കൻഡ്. 4 കില്ല്. ഇവന്താ അവിടെ നിൽക്കണേ? എന്തായാലും ആവട്ടെ, കില്ല് കിട്ടി. ഇനി 3 കില്ല് കേട്ടോ. 54 സെക്കൻഡ് 3 കില്ലും. ഒരു ഇമോട്ട് ഇടാം. ജിമ്മനാടാ ഞാൻ. അയ്യോ 1 HP. 1 HP അലക്കി ഞാൻ. ഇനി ഒരു ഇമോട്ട് ഇടാം, എനിക്ക് ഇമോട്ടൊക്കെ ആവാം. മിസ്റ്റർ പോനിക്കര. അയ്യോ അവൻ
ഓടിക്കോ. 2 കില്ല് 30 സെക്കൻഡ്. ഓൺലി റിമൈനിങ് 30 സെക്കൻഡ്സ് ആൻഡ് ഐ നീഡ് 2 kills. വേർ യു ആർ ബ്രോ? ഏടാ മോനെ സീന്. 1 കില്ലും കൂടി. 20 സെക്കൻഡ് 1 കില്ല്. 20 സെക്കൻഡ് 1 കില്ല്. ഞാൻ എവിടെയും പോയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. അയ്യോ 1 HP. അവനും കിട്ടിയിട്ടുണ്ട് 1 കില്ല്. വേണ്ട മോനെ. എടാ 10 സെക്കൻഡ് 1 കില്ല്. 8 സെക്കൻഡ് 7. എടാ അടിക്കറ. അയ്യോ 4. എൻ്റെ മോനെ സീന് കില്ല് 20. എൻ്റെ മോൻ ലാസ്റ്റ് 2 സെക്കൻഡ് അടിപൊളി. സമാധാനമായി. ഇനി അവൻ്റെ വെല്ലുവിളി, അവൻ്റെ അഹങ്കാരം കുറഞ്ഞതിൻ്റെ ഒപ്പം ഞാൻ എന്തിട്ട് പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് തരണേ. ഇപ്പം മനസ്സിലായടാ. അവനോട് പോയിട്ട് 2 ഡയലോഗ് അടിച്ചിട്ട് വരാം. എന്റെ കൈ വേർക്കത്തോട്ട്. നീ ആരോടാണ് ബിലാരിയാണ് അജക്കോസിന് വെല്ലുവിളിക്കുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞോ? ശരി അടുത്ത റൗണ്ട് നീ വെക്കി. എന്റെ കൈ വേർത്തിട്ട് എനിക്ക് കളിക്കാനായിട്ടുണ്ടായിരുന്നു. എന്റെ മോൻ കൈ വന്ന് കളിക്കാൻ പറ്റില്ല. ആ ശരി സമ്മതിച്ചു. പ്രശ്നം കഴിഞ്ഞില്ലേ? ഐ അക്സെപ്റ്റ് ദാറ്റ്. ഇല്ലടാ കഴിഞ്ഞില്ല.